ഹലോ കൂട്ടുകാരെ, വൺ ഡേ വൺ എപ്പിസോഡ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഹന്നയും ഗാരറ്റും തമ്മിൽ ഉണ്ടാക്കിയ ആ ഡീൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ഹന്നയ്ക്ക് അവളുടെ കഷായ ജസ്റ്റിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റണം, പകരം ഗാരറ്റിന് ഫിലോസഫി ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങി തന്റെ ഹോക്കി ടീമിലെ സ്ഥാനം നിലനിർത്തണം. ഇതായിരുന്നു അവരുടെ ഉടമ്പടി. എന്നാൽ ഈ പ്ലാൻ പ്രാവർത്തികമാക്കുക അത്ര എളുപ്പമായിരുന്നില്ല. രണ്ടുപേരുടെയും ഷെഡ്യൂളുകൾ നോക്കുമ്പോൾ പരസ്പരം കാണാൻ പോലും സമയം കിട്ടാത്ത അവസ്ഥയായിരുന്നു. ക്ലാസുകളും റിഹേഴ്സലുകളും ഹോക്കി പ്രാക്ടീസും ഒക്കെയായി രണ്ടുപേരും അത്രയധികം തിരക്കിലാണ്. ഇതൊന്നും നടപ്പുള്ള കാര്യമല്ലെന്ന് പറഞ്ഞ് പിന്മാറാൻ നോക്കുന്ന ഹന്നയെ പക്ഷെ ഗാരറ്റ് വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവൻ വളരെ സ്മാർട്ടായി അവളുടെ ഫോൺ വാങ്ങി അതിൽ തന്റെ നമ്പർ സേവ് ചെയ്യുന്നു. എന്നിട്ട് ഒട്ടും സമയം കളയാതെ അവളോടൊപ്പം ഒരു സെൽഫിയും എടുക്കുന്നു. ആദ്യമൊക്കെ ഹന്ന ഇതിനോട് പൊരുത്തപ്പെടാൻ മടിച്ചെങ്കിലും നമ്മൾ ഡേറ്റ് ചെയ്യാൻ പോവുകയാണെന്നും അതുകൊണ്ട് കുറച്ചുകൂടി ഫ്രീ ആകണമെന്നും ഗാരറ്റ് അവളോട് പറയുന്നു. ഒപ്പം ഹന്നയെ സ്നേഹത്തോടെ വെൽസി എന്നൊരു വിളിപ്പേരും അവൻ നൽകുന്നു. അവിടെ നിന്നാല അവരുടെ ഫേക്ക് ഡേറ്റിംഗിന്റെ ആദ്യ പടികൾ ആരംഭിക്കുന്നത്. വെറുമൊരു കൈപിടിച്ച് നടത്തം കൊണ്ടൊന്നും ക്യാമ്പസിലെ ആൺകുട്ടികൾക്ക് അസൂയ ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് ഗാരറ്റിന്റെ പക്ഷം. അതിന് കൂടുതൽ ശക്തമായ പ്ലാൻ വേണം. പ്രത്യേകിച്ച് ബ്രയർ കോളേജിലെ എല്ലാ ഗോസിപ്പുകളും പുറത്തുവിടുന്ന ദ ഫിഫ്ത്ത് ലൈൻ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനെ അവർക്ക് വിശ്വസിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ഗാരറ്റിന്റെ അടുത്ത സുഹൃത്തായ ലോഗന്റെ അനിയത്തി ജൂൾസ് ആണ് ഈ പേജ് കൈകാര്യം ചെയ്യുന്നത്. കള്ള ഗോസിപ്പുകൾ ഒന്നും ജൂൾസ് തന്റെ പേജിൽ പങ്കുവയ്ക്കാറില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ യഥാർത്ഥ പ്രണയത്തിലാണെന്ന ജൂൾസിനെ വിശ്വസിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിനായി ഗാരറ്റ് തന്റെ ഹോക്കി തന്ത്രങ്ങൾ തന്നെ പ്രണയത്തിലും പ്രയോഗിക്കാൻ തീരുമാനിക്കുന്നു. അവൻ ഈ പ്ലാനിനെ 3 ഘട്ടങ്ങളായി തിരിക്കുന്നു. ഒന്നാമത്തെ ഘട്ടത്തിൽ രണ്ടുപേരും ഒരേ താളത്തിൽ ഒന്നിച്ചു നീങ്ങുക എന്നതാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ ക്യാമ്പസിലെ ആൾക്കൂട്ടത്തിന് മുന്നിലും പ്രത്യേകിച്ച് ജസ്റ്റിന്റെയും ജൂൾസിന്റെയും മുന്നിലും തങ്ങളുടെ പ്രണയം നന്നായി അഭിനയിച്ചു കാണിക്കുക. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടം അവർ തമ്മിൽ വേർപിരിയുന്നു എന്ന വാർത്ത പരത്തുകയാണ്. ആ സമയത്ത് സങ്കടപ്പെടുന്ന ഹന്നയെ ജസ്റ്റിൻ വന്ന് ആശ്വസിപ്പിക്കുകയും അങ്ങനെ അവർ തമ്മിൽ അടുക്കുകയും ചെയ്യും. കേൾക്കുമ്പോൾ വളരെ രസകരമായി തോന്നുന്ന ഈ പ്ലാൻ അനുസരിച്ച് നീങ്ങാൻ ഹന്നയും ഒടുവിൽ സമ്മതിക്കുകയാണ്. അങ്ങനെ അവർ തങ്ങളുടെ ആദ്യത്തെ പഠന ക്ലാസ് ആരംഭിക്കുകയാണ്. ഗാരറ്റിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ഇത് നിശ്ചയിച്ചിരുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ ഗാരറ്റിന്റെ സുഹൃത്തുക്കളും ഒപ്പം ക്യാമ്പസ് ഗോസിപ്പ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ലോഗന്റെ അനിയത്തി ജൂൾസും അവിടെ ഉണ്ടായിരുന്നു. പുതിയതായി എത്തിയ ഹന്നയോട് ജൂൾസ് ചില കുസൃതി ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പത്തിലാക്കാൻ നോക്കുമെങ്കിലും ഗാരറ്റ് കൃത്യസമയത്ത് ഇടപെട്ട് അവളെ തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മുറിയിലേക്കുള്ള വഴിയിൽ ഗാരറ്റിന്റെ സുഹൃത്തായ ഡീൻ അല്പം പോലും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കാതെ വളരെ അലസനായി കിടക്കുന്നത് കണ്ട് ഹന്ന അമ്പരന്ന് പോകുന്നുണ്ട്. മുറിയിലെത്തിയ ശേഷം ഹന്ന അവനെ പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഫിലോസഫിയിലെ പ്രശസ്തരായ കാന്റ്, നീച്ചെ എന്നിവരുടെ തത്വചിന്തകളെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഗാരറ്റിന് കാര്യങ്ങൾ പെട്ടെന്ന് മനഃപ്പാഠമാക്കാൻ കഴിയുമെങ്കിലും വ്യത്യസ്തരായ ഈ തത്വചിന്തകരുടെ ആശയങ്ങൾ എങ്ങനെയാണ് ഒരേ സമയം ശരിയാകുന്നത് എന്ന കാര്യത്തിൽ അവന് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഗാരറ്റിന്റെ പഠനത്തോടുള്ള ഗൗരവവും ബുദ്ധിയും കണ്ട് ഹന്നയ്ക്കും വലിയ അത്ഭുതം തോന്നുന്നു. വെറും ഒരു കായിക താരം മാത്രമല്ല അവനെന്ന് അവൾ തിരിച്ചറിയുകയാണ്. ഇതേ സമയം തന്നെ ഹന്നയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ആലിയുടെ ജീവിതത്തിലും ചില പ്രണയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്നു. 2 വർഷമായി തങ്ങൾ ഒരേ രീതിയിലുള്ള ജീവിതമാണ് നയിക്കുന്നതെന്നും തങ്ങളുടെ ബന്ധം വളരെ വിരസവും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുന്നതുമായി മാറിയെന്നും ആലിക്ക് തോന്നുന്നു. അവൾ ബന്ധത്തിൽ ചില പുതിയ മാറ്റങ്ങളും കൂടുതൽ ആവേശകരമായ നിമിഷങ്ങളും ആഗ്രഹിക്കുന്നു. ക്യാമ്പസിലെ മറ്റ് യുവാക്കളെ പോലെ നട്ടചവിടുകൾ വെക്കാനും യാത്രകൾ ചെയ്യാനും അവൾക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ പഴയ ശീലങ്ങളിൽ തന്നെ സുരക്ഷിതമായി തുടരാനാണ് അവളുടെ പങ്കാളിയായ ഷോണിന്റെ താല്പര്യം. ഈ ഒരു അഭിപ്രായ വ്യത്യാസം അവർക്കിടയിൽ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഹന്നയുടെ ക്ലാസ് മുറിയാണ്. ഒരു ക്ലാസിക്കൽ മ്യൂസിക് വിദ്യാർത്ഥിനിയായ ഹന്ന ആദ്യമായിട്ടാണ് ക്യാമ്പസിലെ വലിയൊരു പോപ്പ് മ്യൂസിക് മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നത്. അവൾ ഒരുക്കിയ പുതിയ ട്യൂൺ ക്ലാസ്സിൽ കേൾപ്പിച്ചപ്പോൾ അധ്യാപകനിൽ നിന്നും സഹപാഠികളിൽ നിന്നും അവൾക്ക് ലഭിച്ചത് കടുത്ത വിമർശനങ്ങളായിരുന്നു. ഈ മ്യൂസിക് വെറും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ മാത്രമാണ് അനുഭവിക്കുന്നതെന്നും സ്വന്തം വികാരങ്ങളെയും അനുഭവങ്ങളെയും പൂർണ്ണമായി പുറത്തെടുക്കാൻ ഹന്ന ഭയപ്പെടുന്നുവെന്നും അവർ വിലയിരുത്തുന്നു. താൻ ഏറെ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സൃഷ്ടിക്ക് ഇത്തരമൊരു പ്രതികരണം ലഭിച്ചത് ഹന്നയെ മാനസികമായി ഏറെ തളർത്തുന്നു. കാരണം ഈ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ ഹന്നയ്ക്ക് സ്കോളർഷിപ്പ് ലഭിക്കൂ. എങ്കിൽ മാത്രമേ അവൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഇതോടെ സ്വന്തം കഴിവുകളിൽ അവൾക്ക് ചെറിയൊരു അപകർഷതാബോധം തോന്നാൻ തുടങ്ങുന്നു. ക്ലാസ് മുറിയിൽ വെച്ചാണ് ഗാരറ്റ് തന്റെ ഈ പ്രണയ നാടകത്തിന്റെ അടുത്ത ഘട്ടം പുറത്തെടുക്കുന്നത്. എല്ലാവരും നോക്കി നിൽക്കെ ക്ലാസ്സിലേക്ക് വൈകിയെത്തിയ അവൻ തന്റെ പെൺകുട്ടിക്ക് കോഫി വാങ്ങാൻ പോയതുകൊണ്ടാണ് വൈകിയതെന്ന് പറയുന്നു. എന്നാൽ ഹന്നയ്ക്ക് പാലുൽപ്പന്നങ്ങൾ അലർജി ആയതുകൊണ്ട് ആ കോഫി കുടിക്കാൻ കഴിയില്ലായിരുന്നു. എങ്കിലും തന്റെ പ്രണയിനിയായി അവിടെ അഭിനയിക്കാൻ ഗാരറ്റ് അവളോട് പറയുന്നു. ഇതിനിടയിൽ ജസ്റ്റിൻ തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഗാരറ്റ് ഹന്നയോട് കൂടുതൽ അടുത്ത് നിൽക്കുകയും അവളുടെ കവിളിൽ ഒരു കൊച്ചു സ്നേഹപ്രകടനവും നടത്തുന്നു. ഇത് കണ്ട് ജസ്റ്റിന് അസൂയ തോന്നാൻ തുടങ്ങുന്നുണ്ട്. ഇതിനുശേഷമാണ് കോളേജിലെ ഡീനിന്റെ വില്ലയിൽ നടക്കുന്ന ഒരു വലിയ പാർട്ടിയുടെ അനൗൺസ്മെന്റ് ഉണ്ടാകുന്നത്. രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ പാർട്ടിയിൽ 2 പേരടങ്ങുന്ന പ്രശസ്തരായ ജോഡികളുടെ കോസ്റ്റ്യൂം ധരിച്ചു വരണമെന്നായിരുന്നു നിർദ്ദേശം. ജസ്റ്റിൻ ആ പാർട്ടിക്ക് വരുമെന്ന് മനസ്സിലാക്കിയ ഹന്നയും അവിടെ വെച്ച് ജസ്റ്റിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ തീരുമാനിക്കുന്നു. ഇതിനായി ഹന്നയുടെ സുഹൃത്ത് ആലി ഹന്നയെ ഒരു മനോഹരമായ പിങ്ക് റാബിറ്റ് കോസ്റ്റ്യൂം ധരിക്കാൻ പ്രേരിപ്പിക്കുന്നു.
തങ്ങളുടെ പ്രണയത്തിലെ വിരസത മാറ്റാൻ ആലിയും ഷോണും ജെന്നിഫർ ലോറൻസ് ബെൻ അഫ്ലെക് ജോഡികളായി ആ പാർട്ടിക്ക് വരാൻ തീരുമാനിക്കുന്നു. ഇതിനിടയിലാണ് ഗാരറ്റിന്റെ ഹോക്കി പരിശീലനം കാണാൻ ഹന്ന ഗ്രൗണ്ടിലെത്തുന്നത്. അവിടെ വെച്ച് ഗാരറ്റിന്റെ കോച്ചിനെ കാണുന്ന ഹന്ന ഗാരറ്റിന്റെ യഥാർത്ഥ ജീവിതത്തെയും അവൻ അനുഭവിക്കുന്ന വലിയ പ്രഷറിനെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുന്നു. ലോകപ്രശസ്തനായ ഒരു മുൻ ഹോക്കി താരത്തിന്റെ മകനായതുകൊണ്ട് തന്നെ കഠിനമായ സമ്മർദ്ദത്തിലാണ് ഗാരറ്റ് ജീവിക്കുന്നത്. യാതൊരുവിധ എളുപ്പവഴികളും തിരഞ്ഞെടുക്കാതെ സ്വന്തം അധ്വാനത്തുകൊണ്ട് മാത്രമാണ് അവൻ ടീമിൽ സ്ഥാനം നേടിയതെന്നും കോച്ച് ഹന്നയോട് പറയുന്നു. ഇത് കേൾക്കുന്ന ഹന്നയ്ക്ക് ഗാരറ്റിനോട് വലിയ ബഹുമാനം തോന്നുന്നു. പിന്നീട് ജിമ്മിൽ വെച്ച് അവർ പഠിക്കാനായി ഒന്നിച്ചുകൂടുന്നു. ഗാരറ്റ് അവളോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ പ്രണയത്തിലാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കണമെങ്കിൽ കൂടുതൽ അടുപ്പം കാണിക്കണമെന്നും അവൻ അരികിൽ വരുമ്പോൾ ഹന്ന പരിഭ്രാന്തയായി മുഖം ചുവക്കരുതെന്നും അവൻ ഓർമ്മിപ്പിക്കുന്നു. ഇരുവരും വളരെ അടുത്ത് നിൽക്കുന്ന ആ നിമിഷത്തിൽ അവർക്കിടയിൽ ഒരു സുന്ദരമായ സ്നേഹപ്രകടനം നടക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ഗാരറ്റിന്റെ സുഹൃത്തായ ലോഗൻ അപ്രതീക്ഷിതമായി കടന്നുവരുന്നു. ലോഗന്റെ മുന്നിൽ തനിക്ക് യാതൊരുവിധ അസ്വസ്ഥതയും ഇല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ഹന്ന ലോഗന്റെ കവിളിലും ഒരു കൊച്ചു സ്നേഹപ്രകടനം നടത്തി അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഇത് ഗാരറ്റിൽ വലിയൊരു അസൂയയും ഒപ്പം ദേഷ്യവും ഉണ്ടാക്കുന്നു. അടുത്തതായി അവർ ഏറെ കാത്തിരുന്ന ഹോക്കി മത്സരം ആരംഭിക്കുന്നു. ബ്രയർ ഹോക്സും എതിരാളികളും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിൽ ഗാരറ്റ് തന്റെ അസാമാന്യമായ കളി മികവുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്നു. ഗാരറ്റിന്റെ വേഗതയും തന്ത്രങ്ങളും കണ്ട് ഗാലറിയിലിരുന്ന ഹന്ന പൂർണ്ണമായും അതിശയിച്ചു പോകുന്നുണ്ട്. മത്സരം വൻ വിജയത്തോടെ അവസാനിച്ചതോടെ എല്ലാവരും കേപ്പ് കോഡിലുള്ള ആഡംബര വില്ലയിലെ ജന്മദിന പാർട്ടിയിലേക്ക് തിരിക്കുകയാണ്. പാർട്ടിയിൽ ഹന്ന തന്റെ മനോഹരമായ വസ്ത്രത്തിൽ ഒരു മാലാഖയെപ്പോലെ തിളങ്ങി നിൽക്കുന്നു. ആലിയും ഷോണും അവരുടെ ആകർഷകമായ വസ്ത്രങ്ങളിൽ നൃത്തം ചെയ്യുമ്പോൾ ഡീൻ എന്ന സുഹൃത്ത് ആലിയെ ആകർഷിക്കാൻ ശ്രമിച്ചുമെങ്കിലും അവൾ വളരെ മനോഹരമായി അവിടെ നിന്നും മാറിപ്പോകുന്നു. ഇതേസമയം ക്യാമ്പസ് ഗോസിപ്പ് പേജ് നടത്തുന്ന ജൂൾസിന് ഹന്നയുടെയും ഗാരറ്റിന്റെയും ഈ പെട്ടെന്നുള്ള പ്രണയത്തിൽ വലിയ സംശയമുണ്ടായിരുന്നു. സാധാരണയായി ആരുമായും പ്രണയത്തിലാകാത്ത ഗാരറ്റ് എങ്ങനെയാണ് ഹന്നയുമായി അടുത്തതെന്ന് ജൂൾസ് ചോദിക്കുമ്പോൾ തങ്ങൾ തമ്മിലൊരു പ്രത്യേക ആകർഷണമുണ്ടായെന്ന് പറഞ്ഞ് ഹന്ന ആ സാഹചര്യം വളരെ ബുദ്ധിപൂർവ്വം നേരിടുന്നു. ഇതിനിടയിൽ ഹന്നയ്ക്ക് കുടിക്കാൻ നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് തിരയുന്ന ഗാരറ്റിനെ ലോഗൻ ശ്രദ്ധിക്കുന്നു. കോളേജ് പാർട്ടികളിലെ സുരക്ഷ കണക്കിലെടുത്ത് തുറക്കാത്ത ക്യാനുകളാണ് കൂടുതൽ സുരക്ഷിതമെന്ന് പറഞ്ഞ് അവനൊരു ഡ്രിങ്ക് നൽകുന്നു. ഹന്നയോടുള്ള ഗാരറ്റിന്റെ ആ കരുതൽ ലോഗനും മനസ്സിലാക്കുന്നു. ആ സമയം ജസ്റ്റിൻ പാർട്ടിയിലേക്ക് എത്തുന്നത് അവർ കാണുന്നു. ജസ്റ്റിനെ അസൂയപ്പെടുത്താൻ വേണ്ടി ഹന്നയും ഗാരറ്റും ഒന്നിച്ച് ഡാൻസ് ഫ്ലോറിൽ ഇറങ്ങുകയാണ്. അവിടെ വെച്ച് അവർ പരസ്പരം ചേർന്ന് നിന്ന് മനോഹരമായി ഡാൻസ് ചെയ്യുന്നു. അവരുടെ ആ കെട്ടുറപ്പുള്ള പ്രകടനം ജസ്റ്റിന്റെ ശ്രദ്ധ പൂർണ്ണമായും ആകർഷിക്കുന്നു. കളി ജയിച്ചുവെന്ന് മനസ്സിലാക്കിയ ഗാരറ്റ് ഹന്നയെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകുമ്പോൾ അവളോട് കൂടുതൽ അടുത്തു നിന്ന് ഒരു കാര്യം രഹസ്യമായി പറയുന്നു. തങ്ങൾ മാത്രമാകുന്ന നിമിഷത്തിൽ അവളോട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അവൻ പറയുന്നത്. ഇത് കേട്ടതും ഹന്നയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തൊടുന്നു. ഇരുവരുടെയും ഈ തീവ്രമായ അടുപ്പം കണ്ട് ജസ്റ്റിൻ അസൂയയോടെ അവരെ നോക്കി നിൽക്കുന്നു. പാർട്ടിക്ക് ശേഷം രാത്രി തങ്ങാനായി അവർ രണ്ടുപേരും മുറിയിലേക്ക് മടങ്ങുന്നു. അവിടെ ഒരു ബെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരാണ് ബെഡിൽ കിടക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തർക്കിച്ച് അവർ ഒടുവിൽ നിലത്ത് കിടക്കാൻ തീരുമാനിക്കുന്നു. ഇതിനിടയിൽ ഗാരറ്റ് തന്റെ വസ്ത്രം മാറ്റുമ്പോൾ അവന്റെ ശരീരത്തിലെ വലിയ ചതവുകളും പാടുകളും ഹന്നയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. മത്സരത്തിനിടയിൽ അവന് പറ്റിയ പരിക്കുകൾ കണ്ട് ഹന്നയ്ക്ക് അവനോട് വലിയ സഹതാപം തോന്നുന്നു. എന്നാൽ ഇത് തന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ഗാരറ്റ് അത് തള്ളിക്കളയുകയാണ്. തുടർന്ന് അവൻ തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും ഹോക്കി ഇതിഹാസമായ അച്ഛൻ നൽകിയ കടുത്ത സമ്മർദ്ദങ്ങളെക്കുറിച്ചും അവളോട് തുറന്നു പറയുന്നു. തനിക്കൊരു സാധാരണ കുട്ടിക്കാലം ലഭിച്ചിട്ടില്ലെന്നും ജന്മദിന പാർട്ടികൾ പോലും ഒഴിവാക്കി കഠിനമായി പരിശീലിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അവൻ ഓർക്കുന്നു. ഗാരറ്റിന്റെ ഉള്ളിലെ ഈ വലിയ നോവുകൾ ഹന്നയെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. തുടർന്ന് ഹന്ന തന്റെ ഫോണിൽ അവൾ പാടിയ മനോഹരമായ ഒരു പാട്ട് അവനെ കേൾപ്പിക്കുന്നു. അവളുടെ ആ മധുര ശബ്ദവും സംഗീതവും ഗാരറ്റിനെ ഏറെ ആകർഷിക്കുന്നു. മുൻപ് ഗ്രൗണ്ടിൽ വെച്ച് താൻ മാനസികമായി തളർന്നു പോയൊരു നിമിഷത്തിൽ ഹന്നയുടെ ആ ഗാനം കേട്ടാണ് താൻ സാധാരണ നിലയിലേക്ക് തിരിച്ചറിഞ്ഞതെന്ന് മനോഹരമായൊരു രഹസ്യം അവൻ അവളോട് വെളിപ്പെടുത്തുന്നു. ഇത് കേൾക്കുന്ന ഹന്നയുടെ മനസ്സിലും അവനോടൊരു പ്രത്യേക അടുപ്പം തോന്നുന്നുണ്ട്. അപ്പോഴാണ് ജൂൾസ് അവരുടെ ഫോട്ടോ ഗോസിപ്പ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത കാര്യം അവർ അറിയുന്നത്. അവരുടെ പ്ലാൻ പൂർണ്ണമായി വിജയിച്ചു എന്ന് മനസ്സിലാക്കി അവർ സന്തോഷത്തോടെ ബെഡിൽ കിടന്നുറങ്ങുന്നു. രാത്രിയിൽ പെട്ടെന്നുണരുന്ന ഗാരറ്റ് താൻ ഹന്നയോട് ചേർന്ന് കിടക്കുകയാണെന്ന് മനസ്സിലാക്കി അവളെ ശല്യപ്പെടുത്താതെ വളരെ മാന്യമായി എഴുന്നേറ്റ് തറയിൽ പോയി കിടക്കുന്നു. ഹന്നയോടുള്ള അവന്റെ ആ ബഹുമാനവും കരുതലും ശരിക്കും മനോഹരമായിരുന്നു. പിറ്റേന്ന് രാവിലെ കോളേജിലേക്ക് മടങ്ങുന്ന ബസ്സിൽ വെച്ച് ഹന്നയും ജസ്റ്റിനും വളരെ സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുന്നത് ഗാരറ്റ് കാണുന്നു. ഹന്നയുടെ അടുത്തേക്ക് ജസ്റ്റിൻ സ്വയം വന്നിരിക്കുകയായിരുന്നു. ഇത് കാണുമ്പോൾ ഗാരറ്റിന്റെ മനസ്സിൽ അപ്രതീക്ഷിതമായി വലിയൊരു അസൂയയും സങ്കടവും തോന്നുന്നു. അവൻ അവളുടെ മ്യൂസിക് തന്റെ ഫോണിൽ പ്ലേ ചെയ്ത് അവരൊന്നിച്ചെടുത്ത ചിത്രത്തിലേക്ക് നോക്കി കിടക്കുകയാണ്. താൻ ചെയ്ത അഭിനയം ഇപ്പോൾ വെറും ഒരു കള്ളക്കളി മാത്രമല്ലെന്നും ഹന്നയോട് തനിക്ക് യഥാർത്ഥ പ്രണയം തോന്നി തുടങ്ങിയെന്നും അവൻ തിരിച്ചറിയുന്നു. അവിടെയാണ് ഈ മനോഹരമായ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇവരുടെ ഈ വ്യാജ പ്രണയം ഇനി ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും കൂടുതൽ എപ്പിസോഡുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.